അയാൾ ബുള്ളറ്റിന്റെ ഉള്ള ഒരു കത്തി എടുക്കുന്നു, ടയറിന് കുത്തുന്നു. നമ്മളെ ഡ്രൈവറോട് എന്തൊക്കെ അസഭ്യം പറയും. എന്തിനാണ് ഇയാൾ കത്തി കൊണ്ടിറക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഇയാളെ ഞങ്ങൾക്ക് പരിചയമല്ല. മാസ്ക് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഒരു തരത്തിലും പിടുത്തമില്ല. ഇല്ല, ജാക്കറ്റ് ഒക്കെ ധരിച്ച ഒരാളാണ്. അല്ല, ബാക്കിൽ നിന്നെന്തോ കൈകൊണ്ട് കാണിച്ചപ്പോൾ നമ്മളെ ടാങ്കർ ലോറി ഡ്രൈവർ വിചാരിച്ചെന്താ പഞ്ചർ എന്തോ ആയിട്ട് സിഗ്നൽ കാണിച്ചു കൊടുത്താന്നാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് മാത്രമേ പോയാൽ മതിയെന്ന് ചോദിച്ച് എന്റെ തെറിയൊക്കെ വിളിച്ച് അയാൾ കത്തിയെടുത്ത് കുത്തുന്നു. നമസ്കാരം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി പോകുന്ന ടാങ്കർ ലോറികൾ എത്രമാത്രം അപകടം പിടിച്ചവയാണ് എന്നുള്ളത് നമുക്കറിയാം. സാധാരണഗതിയിൽ എത്ര വാഹനങ്ങൾ റോഡിൽ കണ്ടാൽ നമ്മളും ഒന്ന് അകലം പാലിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ച് ഒരു ബുള്ളറ്റ് യാത്രക്കാരൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറി തടഞ്ഞു നിർത്തി അതിന്റെ ടയർ കുത്തി കീറി പൊളിക്കുന്ന അടക്കമുള്ള ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ സംഭവം നടന്ന് 48 മണിക്കൂറായിട്ടും ഇനിയും കുറ്റവാളിയെ പിടിക്കാനാകാതെ ഫറോക്ക് പോലീസ് ഉടറുകയാണ് എന്നുള്ളതാണ് ടാങ്കർ ലോറി തൊഴിലാളികളുടെയും മറ്റും ആക്ഷേപം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ദിവസമാണ് കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഡിവിഷൻ ഓഫീസിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി യാത്ര പോവുകയായിരുന്ന വാഹനം കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ച് ബുള്ളറ്റിലെത്തിയ ഒരു വ്യക്തി, മാസ്ക് കൊണ്ട് മുഖമൊക്കെ മറച്ചൊരു വ്യക്തി തടഞ്ഞു നിർത്തുകയും വാഹനത്തിന്റെ ടയർ അടക്കം കുത്തിമുറുക്കുകയും ചെയ്തത്. എന്നാൽ ആ അക്രമിയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇനിയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ടാങ്കർ ലോറി ജീവനക്കാരുടെ അടക്കം ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഇവിടുന്ന് പെട്രോളും കയറ്റി പോകുന്ന വണ്ടി, എന്റെ ബാക്കിലൊരു ബുള്ളറ്റുമുള്ള ഒരാൾ വരുന്നു. അയാൾ കൈകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു. അപ്പൊ നമ്മൾ ഡ്രൈവർ സൈഡാക്കി നിർത്തി. അയാൾ ബുള്ളറ്റിന്റെ ഉള്ള ഒരു കത്തി എടുക്കുന്നു, ടയറിന് കുത്തുന്നു. നമ്മളെ ഡ്രൈവറോട് എന്തൊക്കെയോ അസഭ്യം പറയുന്നു. ഇത് സംഭവിച്ചത്. അതോടുകൂടി അയാള് ബുള്ളറ്റ് എടുക്കുന്നു, അയാൾ പോകുന്നു. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതൊന്നും ഒരു കാരണവും ഞങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് പോലീസിൽ എപ്പോഴാണ് പരാതിപ്പെടുന്നത്? ഇത് 3 മണിക്കാണ് സംഭവം നടക്കുന്നത്. 4 മണിക്ക് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ രാവിലെ വരെ പോലീസ് അതിനെപ്പറ്റി യാതൊരു നടപടി എടുത്തില്ല. ഇന്നലെ ഞങ്ങളിവിടെ തൊഴിലാളികൾ പണി മുടക്കിയപ്പോൾ അപ്പോഴാണ് പോലീസ് ഇടപെടുന്നതും. FIR ഇട്ടാലോ കേസെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ പോയി FIR ഇട്ട് അവർ കേസെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അന്വേഷണം നടത്തി കുറെ CCTVകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും കൃത്യമായിട്ട് ആളെ കിട്ടിയിട്ടില്ല. അല്ല, ഇത് ഇങ്ങനെ പെട്രോളും കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു വണ്ടിക്ക് നേരെ ഇങ്ങനെ ആക്രമണം ഉണ്ടാവുക പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്, അപകടകരമായ വിഷയമാണ്. അപ്പൊ മാത്രമല്ല കത്തി എന്ന് പറയുന്നത് നമ്മളങ്ങനെ സാധാരണ എല്ലാവരും കൊണ്ടുനടക്കുന്ന ഒരു സാധനമല്ലോ. അതിന് ഒരു കരിക്കത്തി ഒന്നുമല്ല, അല്ലെ, കഠാരി പോലത്തെ ഒരു കത്തിയാണ്. എന്തിനാണ് ഇയാൾ കത്തി കൊണ്ടിറക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഇയാളെ ഞങ്ങൾക്ക് പരിചയമല്ല. ഈ ടാങ്കർ ലോറിയുടെ ഡ്രൈവർ എന്താ പറയുന്നത്? അയാൾ ഇതിനു മുമ്പ് ഇയാളെ കാണുന്നില്ല, അയാളെ കണ്ടിട്ടില്ല, അയാൾക്ക് പരിചയമില്ല. മാസ്ക് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ കൈക്ക് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഒരു തരത്തിലും പിടുത്തമില്ല. ഇല്ല, ജാക്കറ്റ് ഒക്കെ ധരിച്ച ഒരാളാണ്. എന്താ ഇയാള് ഈ ടാങ്കർ ലോറി ഡ്രൈവറോട് പറഞ്ഞത്? അല്ല, ബാക്കിൽ നിന്നെന്തോ കൈകൊണ്ട് കാണിച്ചപ്പോൾ നമ്മളെ ടാങ്കർ ലോറി ഡ്രൈവർ വിചാരിച്ചെന്താ പഞ്ചർ എന്തോ ആയിട്ട് സിഗ്നൽ കാണിച്ചു കൊടുത്താന്നാ. അതല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് പഞ്ചറൊക്കെ വന്നാൽ ബാക്കിലുള്ള വണ്ടിക്കാർ പറയല. അതാന്ന് വിചാരിച്ചാണ് ഇയാൾ സൈഡാക്കിയത്. സൈഡാക്കി നിങ്ങൾക്ക് മാത്രമേ പോയാൽ മതിയെന്ന് ചോദിച്ച് എന്റെ തെറിയൊക്കെ വിളിച്ച് അയാൾ കത്തിയെടുത്ത് കുത്തുന്നു. ഒരു സംഭവം ഉണ്ടായിട്ടു. ഇവിടെ ഡ്രൈവർമാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അക്രമി ആരാണെന്നുള്ളത് ഇതുവരെയായിട്ടും പോലീസിന് കണ്ടെത്താനായി സാധിച്ചില്ല. കാരണം അയാൾ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. മുഖം മാത്രമല്ല തന്റെ ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളും വെളിയിൽ കാണാത്ത തരത്തിൽ മറച്ച രീതിയിലാണ് ഈ അക്രമി ഉണ്ടായിരുന്നത്. മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ കയ്യിലെ കത്തി അത് സാധാരണ നിലയ്ക്ക് ഒരു സാധാരണ യാത്രക്കാരന്റെ കയ്യിൽ കാണേണ്ട കത്തിയല്ല. അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് നടത്തിയ ആക്രമണമാണോ എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡ്രൈവർമാർ നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഫറൂഖ് ഡിവിഷൻ ഓഫീസിൽ നിന്നാണ് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലേക്ക് വേണ്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാറുള്ളത്. അത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി പോകുന്ന ഒരു വാഹനത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുള്ളതും ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇത്തരത്തിലൊരു ആക്രമണം നടന്ന മണിക്കൂറുകൾക്ക് ശേഷവും അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷവും പ്രതിയെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ വലിയ അമർഷത്തിലാണ് ഡ്രൈവർമാർ. തങ്ങളുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ പണിമുടക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു.